ഹായ് സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ റെഡ്മി വൈ സീരീസിലുള്ള നെക്സ്റ്റ് ഫോണായിട്ടുള്ള റെഡ്മി വൈ3യുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു സോറി പറയുകയാണ്, കാരണം ഈ വീഡിയോയിൽ കുറച്ച് നേരം വൈകിട്ടായിരിക്കും കിട്ടുക. കാരണം സാധാരണ നമ്മൾ രാത്രി 7 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് നേരം വൈകുക, അതുകൊണ്ടാണ് ഇത് നേരം വൈകുക. അപ്പോൾ റെഡ്മി വൈ3 ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാസം 24-ാം തീയതി ആമസോണിലൂടെ ഇത് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ സൂചനകളും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങൾ അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷവോമി തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ട്വിറ്ററിലൊക്കെ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക ടീസറുകളും പിന്നെ കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് റെഡ്മി വൈ3യിൽ വരാനിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് റെഡ്മി വൈ2 എന്ന് പറയുന്ന ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ്മി വൈ2 ഫോണാണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ സക്സറായിട്ടാണ് റെഡ്മി വൈ3 വരുന്നത്. അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരാനിരിക്കുന്നത്, പിന്നെ ഇതിൻ്റെ വില എത്ര ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പറയാം, ഇത് ലോഞ്ച് ചെയ്തതിന് മുമ്പുള്ള വീഡിയോ ആണ്. ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടൈം ഇട്ട് നോക്കാം, ഓക്കെ, മിക്കവാറും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഇത് ഒരു നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ വിചാരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ വരാനിരിക്കുന്നത്, അതുപോലെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ വിശേഷങ്ങളാണ് റെഡ്മി വൈ3യിലുള്ളതെന്ന്. അപ്പോൾ ഓരോ ഫോണിൻ്റെയും അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കുക, അത് പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ റെഡ്മി വൈ3 എന്ന് പറയുന്ന ഫോൺ അല്ലേ, നമ്മുടെ ഷവോമിയുടെ റെഡ്മി വൈ സീരീസ് ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ സെൽഫി ക്യാമറയ്ക്കാണ് റെഡ്മി വൈ സീരീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. മുമ്പ് ഇറങ്ങിയിട്ടുള്ള റെഡ്മി വൈ1, റെഡ്മി വൈ1 ലൈറ്റ്, റെഡ്മി വൈ2 ഈ ഫോണൊക്കെ സെൽഫിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് വന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ്മി വൈ2 എന്ന് പറയുന്ന മോഡലാണ്. അതിലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അതിലാണ്. അതിൻ്റെ ക്യാമറ 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. അപ്പോൾ സെൽഫിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് റെഡ്മിയുടെ വൈ സീരീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിനും റെഡ്മി വൈ3യും അങ്ങനെ തന്നെയാണ് വരുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സൂപ്പർ സെൽഫി ക്യാമറയാണ് ഷവോമി ഈ ഒരു ഫോണിനായിട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു റെഡ്മി വൈ3യുടെ ടീസറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് റെഡ്മി വൈ3യിൽ അവർ കൊണ്ടുവന്നത്, അതായത് റെഡ്മി വൈ2 എന്നുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് റെഡ്മി വൈ3യിൽ കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു 32 മെഗാ പിക്സലിലെ സൂപ്പർ സെൽഫി ക്യാമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരുടെ ടീസറിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാഷ്ടാഗ് ആയിട്ട് കൊടുത്തത് ഈ 32 മെഗാ പിക്സൽ സെൽഫി ക്യാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. വൈ സീരീസ് മൊത്തം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സെൽഫിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണ് റെഡ്മിയുടെ വൈ സീരീസ് എല്ലാം വരുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വൈ2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, വളരെ മികച്ച സെൽഫി ഫോട്ടോസ് തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്ത ഇതിൽ തന്നെയാണ്. 16 മെഗാ പിക്സലാണ് കേട്ടോ റെഡ്മി വൈ2ൻ്റെ. അപ്പോൾ റെഡ്മി വൈ3യിൽ 32 മെഗാ പിക്സലായിട്ട് ഒരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇതിൻ്റെ എന്താ പറയുക റിയർ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ റിയർ ക്യാമറ ആയിരിക്കും മിക്കവാറും വരിക. പക്ഷെ അത് എത്ര മെഗാ പിക്സലാണ് അതിൽ കൊടുക്കുക എന്നറിയില്ല. റെഡ്മി വൈ2നെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 മെഗാ പിക്സലും 5 മെഗാ പിക്സൽ വരുന്ന ഡുവൽ റിയർ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു റെഡ്മി വൈ2നെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ മൊത്തത്തിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ബോർഡിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഫോൺ മിക്കവാറും വരിക. പിന്നെ നമ്മുടെ നോട്ട് 7ലും അതുപോലെ നോട്ട് 7 പ്രോയിലും കണ്ട പോലെ റെഡ്മി ബൈ ഷവോമി എന്ന ആ ഒരു ടാഗ് ലൈൻ ഇതിലും ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് താഴെയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ പർപ്പിൾ, ബ്ലൂ, യെല്ലോ ഈ 3 കളർ കോമ്പിനേഷനുള്ള ഒരു ഗ്രേഡിയൻ ഫിനിഷ് ലുക്കാണ് ഷവോമി ഇതിൻ്റെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനെ പറ്റി മൊത്തത്തിലായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ റെഡ്മി വൈ2ൽ നിന്നുള്ള ഒരു മേജർ ആപ്ലിക്കേഷൻ നമ്മളെ ഡിസൈനിൽ റെഡ്മി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയിലാണ്. അപ്പോൾ അവരുടെ ടീസറിലും കാര്യങ്ങളും അവർ ബാറ്ററിയെ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവർ എന്താ പറയുക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4000 mAh ബാറ്ററി നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റെഡ്മി വൈ2 ആണ്, ഞാൻ അത്രട്ടാലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഡ്മി വൈ2ൽ 3050 mAh ബാറ്ററിയാണ് ഷവോമി കൊടുത്തത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഈ വൈ2 എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈ2 എടുക്കാതെ അത് വെയിറ്റ് ചെയ്താണ് റെഡ്മി വൈ3ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം ആവുമല്ലോ 23-ാം തീയതി 24-ാം തീയതി സാധനം ആമസോണിൽ അവൈലബിൾ ആകും. ഓക്കെ, അത് ഫ്ലാഷ് സെയിലായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക ആർക്കെങ്കിലും വൈ2 എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി വൈ3യുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ ആ ഒരു സൂചനകളും കാര്യങ്ങളും അവരുടെ
ടീസറും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ ഏതാണെന്ന് കൺഫേം അല്ല, കൺഫേം ആണ്, അത് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സറാണ്, കൺഫേം ആണ്. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ ഏത് പ്രൊസസ്സറാണ് അവരിതിൽ യൂസ് ചെയ്തതെന്ന് അവർ റിവീൽ ചെയ്തിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ 636 അല്ലെങ്കിൽ 660 ആയിരിക്കും ഇതിൻ്റെ പ്രൊസസ്സർ മിക്കവാറും. പിന്നെ നമ്മൾ നോട്ട് 7 കണ്ട പോലെ ഒരു ഡോട്ട് നോച്ച് തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ റെഡ്മി Y3 അവർ യൂസ് ചെയ്യുക. കൺഫേം അല്ല, എന്നാലും എൻ്റെ ഒരു ധാരണ പറയാണ്. പിന്നെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊണ്ടുവരിക. കാരണം എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫോണല്ല, അപ്പോൾ ഒരു HD+ ഡിസ്പ്ലേ ആയിരിക്കും അവർ ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക ഫീച്ചറും കാര്യങ്ങളും. ഓവറോൾ ഈ ഒരു റെഡ്മി Y3 എന്ന് പറഞ്ഞാൽ റെഡ്മി Y2 നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് നമ്മുടെ റെഡ്മി Y3. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ പെർഫോമൻസ്, ക്യാമറ, ഡിസൈൻ, ബാറ്ററി എല്ലാത്തിലും ഷവോമി ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ റെഡ്മി Y3 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് നമുക്ക് റെഡ്മി Y3 വിശേഷിപ്പിക്കാം. അപ്പോൾ ഇനി എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ വില എത്ര ആയിരിക്കും എന്നാണ്. വിലയെ പറ്റി യാതൊരു എന്താ പറയുക ഒരു ഇതും നമുക്കില്ല. പക്ഷേ മിക്കവാറും നമ്മുടെ ആ ഒരു 10,000 രൂപയുടെ ആ ഒരു റേഞ്ചിൽ കളിക്കലായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ഒരു റെഡ്മി Y3. കാരണം മുന്നത്തെ ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ബേസ് മോഡലിലെ വില. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു എന്താ പറയുക വളരെ കോമ്പറ്റീഷൻ പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഫോൺ വരിക. കാരണം ആ ഒരു 10,000 റേഞ്ചിൽ അല്ലെങ്കിൽ 50,000 ആ ഒരു താഴെ വന്നാൽ നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ ഒരുപാട് കൂടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷവോമിയുടെ തന്നെ ആൾറെഡി ഒരു ഫോൺ അവിടെ ഉണ്ട്, നമ്മുടെ നോട്ട് 7 റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത നോട്ട് 7 അവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നാൽ എന്താ പറയുക മൊത്തത്തിൽ ഒരു സംഭവം തന്നെ ആയിരിക്കും. ഏതായാലും ഷവോമി ഇങ്ങനെ ഈ ഒരു വില കിട്ടാണ്ട് ബാക്കിയുള്ള എല്ലാ കമ്പനിക്കും നല്ല പാരപണിയുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു 32 മെഗാപിക്സലിൻ്റെ ഈ ഒരു ഫോൺ റെഡ്മി Y3 എത്ര വില ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏപ്രിൽ 24 ശേഷം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ മിക്കവാറും നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഏതായാലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.